ഭാവിയിലെ ഡോക്ടേഴ്സ്. രണ്ടാളും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ കല്യാണക്കാര്യം നമുക്ക് ആലോചിച്ചുകൂടാ? അപ്പോ ഇതിനാണല്ലേ നിങ്ങൾ രാവിലെ തന്നെ വന്നേ? അതെ ആന്റി, ജയേഷിനെ കുറിച്ച് ഭാനു പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അങ്ങനെയാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ ഞങ്ങൾ വന്നതിന് ശേഷം നടന്നതൊക്കെ ആന്റിക്ക് അറിയാലോ. ദൈവത്തിന്റെ തീരുമാനം പോലെ ജയേഷിന്റെ സ്വന്തം അമ്മായിയുടെ മകളാണ് ഭാനു. ജയേഷിനോട് ഞാൻ ഇന്നലെ ഇക്കാര്യം സംസാരിച്ചു. എന്നിട്ടാ ഞങ്ങൾ ഇപ്പൊ വന്നത്. ആന്റി എന്ത് പറയുന്നു? ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഞാൻ ആളല്ല. ഇവിടെ മോഹനേട്ടനുണ്ട്. എന്നാലും ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇപ്പൊ ഇവരുടെ കല്യാണക്കാര്യം സംസാരിക്കുന്നതിന് തെറ്റല്ലേ? ഇവര് പഠിച്ച് ഡോക്ടർ ആവട്ടെ. രണ്ടുപേരും ഒരേ കോളേജിൽ പഠിക്കുന്നതുകൊണ്ടും ലക്ഷ്യം ഒന്നായതുകൊണ്ടും ഇവരുടെ കല്യാണം ഒരു തടസ്സമാവില്ല ആന്റി. മോഹനേട്ടൻ എന്താ ഒന്നും പറയാത്തെ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ദൈവത്തിന്റെ ഓരോ വികൃതികളെ. ഞങ്ങളവിടെ വരാനും കല്യാണം വിളിക്കാനും ഇപ്പൊ ഇതാ ഞങ്ങളുടെ മകന്റെ കല്യാണ കാര്യത്തിന് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. അതെ അങ്കിൾ, ഇതൊക്കെയാണ് നിമിത്തം. പക്ഷേ ഇങ്ങനെയല്ല ഭാവന ഇതിന്റെ ഒരു രീതി. നിങ്ങളിപ്പോ നാട്ടു നടപ്പനുസരിച്ചാണ് ഞങ്ങളുടെ മകനെ ചോദിക്കാൻ വന്നിരിക്കുന്നത്. സ്വന്തം മകനേക്കാൾ അധികാരമാണ് ഒരു വീട്ടിലെ മരുമകന് കൊടുക്കുന്നത്. അതും മൂത്ത മരുമകനാണെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനമാണ് എല്ലാവരും കൊടുക്കുന്നത്.